ഓം ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. എല്ലാവർക്കും നമസ്കാരം. ശ്രീ സായി സച്ചരിതം കേൾക്കുവാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്ന് അധ്യായം 41. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ സംഭവത്തിന് ശേഷം 9 കൊല്ലം കഴിഞ്ഞ് ആലി മുഹമ്മദ് ഹേമത് പാദിനെ കാണാൻ ഇടവരികയും താഴെ വിവരിക്കുന്ന കഥ പറയുകയും ചെയ്തു. ഒരിക്കൽ ബോംബെയിലെ നിരത്തിൽ കൂടി നടക്കുമ്പോഴാണ് ഒരു വഴിക്കച്ചവടക്കാരനോട് അയാൾ ആ ചിത്രം വാങ്ങിയത്. പിന്നീട് അത് ചില്ലിട്ട് അയാളുടെ ബാന്ദ്രയിലുള്ള വീട്ടിൻ്റെ ചുവരിൽ തൂക്കി. ബാബയെ അയാൾക്ക് ബഹുമാനമായതുകൊണ്ട് എന്നും ആ പടം ദർശിക്കും. ഹേമത് പാദിന് ഈ ചിത്രം കൊടുക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പ് അയാളുടെ കാലിൽ ഒരു കുരു വന്ന് വീർത്ത് കഷ്ടത്തിലായി. ഒരു ഓപ്പറേഷനും കഴിച്ച് അയാളുടെ അളിയൻ നൂർ മുഹമ്മദ് പീർബായിയുടെ ബോംബെയിലുള്ള വീട്ടിൽ കിടപ്പായി. ഈ 3 മാസക്കാലവും ബാന്ദ്രയിലുള്ള അയാളുടെ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ആരും അവിടെ താമസമുണ്ടായിരുന്നില്ല. പ്രശസ്തനായ ബാബ അബ്ദുൾ റഹ്മാൻ, മൗലാന സാഹിബ് മുഹമ്മദ് ഹുസൈൻ, ബാബ സായി, ബാബ താജുദ്ദീൻ മുതലായ സിദ്ധയോഗികളുടെ ചിത്രങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാലം ഈ ചിത്രങ്ങളെയും ഒഴിവാക്കിയില്ല. അയാൾ സുഖക്കേടായി ബോംബെയിൽ കിടപ്പിലാണ്. എന്തിനാണ് ബാന്ദ്രയിലുള്ള ചിത്രങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്? അവയ്ക്കും ജനനമരണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ബാബയുടെ ചിത്രങ്ങൾ ഒഴികെ എല്ലാം ചിതൽ തിന്ന് നശിപ്പിച്ചു കളഞ്ഞിരുന്നു. എങ്ങനെ ബാബയുടെ ചിത്രം ഒഴിവായി എന്നറിയില്ല. അത് സന്യാസിയുടെ മനഃശക്തിയെ കാണിക്കുക മാത്രമല്ലാതെ മറ്റൊന്നുമല്ല. അയാൾക്ക് മുഹമ്മദ് ഹുസൈൻ താരിയോ തോപ്പൻ ഒരിക്കൽ ഫക്കീർ ബാബ അബ്ദുൾ റഹ്മാന്റെ ഒരു ചിത്രം കൊടുത്തിരുന്നതാണ്. അത് അയാളുടെ അളിയൻ നൂർ മുഹമ്മദ് പീർബായിക്ക് കൊടുത്തു. അങ്ങനെ ആ ചിത്രം മേശവലിപ്പിൽ 8 വർഷത്തോളമായി കിടക്കുകയായിരുന്നു. ഒരിക്കൽ അത് പീർബായി കണ്ട് ഒരു ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ കൊടുത്ത് ആൾ വലുപ്പത്തിൽ എൻലാർജ് ചെയ്യിച്ച് എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി കൊടുത്തു. അതാണ് ബാന്ദ്രയിലെ വീട്ടിൽ വെച്ചിരുന്നത്. നൂർ മുഹമ്മദ് ഫക്കീർ അബ്ദുൾ റഹ്മാന്റെ ശിഷ്യനായിരുന്നു. ഒരു പടം അദ്ദേഹത്തിന് തുറന്ന ദർബാറിൽ വെച്ച് കൊടുക്കാൻ ചെന്നപ്പോൾ ഗുരു കോപിച്ച് അയാളെ തല്ലാൻ ഓടിയെത്തുകയും പുറത്താക്കുകയും ചെയ്തു. അയാൾക്ക് വളരെ വ്യസനവും നിരാശയും തോന്നി. അയാൾക്ക് കുറെ പണം ചിലവായതിന് പുറമെ ഗുരുവിന്റെ കോപവും നേരിടേണ്ടി വന്നു. ഗുരുവിന് വിഗ്രഹാരാധന ഇഷ്ടമല്ലാത്തതിനാൽ അയാൾ ചിത്രവും എടുത്ത് അപ്പോളോ ബന്ദറിൽ പോയി ഒരു ബോട്ട് കൂലിക്കെടുത്ത് നടുക്കടലിലേക്ക് പോയി. അവിടെ കടലിൽ ചിത്രം വലിച്ചെറിഞ്ഞ് വെള്ളത്തിൽ താഴ്ത്തി അയാൾ പടം കൊടുത്തിരുന്ന എല്ലാ ബന്ധുക്കളോടും അവ തിരിച്ചു വാങ്ങി. ഒട്ടാകെ 6 പടങ്ങൾ ഒരു മീൻപിടുത്തക്കാരനെ ഏർപ്പാട് ചെയ്ത് ബാന്ദ്രയിൽ വെച്ച് കടലിൽ ഇടിയിച്ചു. അന്നേരം ആലി മുഹമ്മദ് അയാളുടെ വീട്ടിൽ കിടപ്പിലായിരുന്നു. അയാളോട് എത്രയും വേഗം ഫക്കീർമാരുടെ ചിത്രങ്ങൾ കടലിൽ മുക്കിക്കളയുന്നുവോ അത്രയും വേഗം അയാൾക്ക് സുഖപ്പെടുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അത് കേട്ട് ആലി മുഹമ്മദ് അയാളുടെ മാനേജറെ അയച്ച് ബാന്ദ്രയിലെ വീട്ടിൽ നിന്ന് എല്ലാ പടങ്ങളും എടുപ്പിച്ച് കടലിലിടുകയും ചെയ്തു. ആലി മുഹമ്മദ് 2 മാസങ്ങൾ കൂടി കഴിഞ്ഞു വന്നപ്പോൾ ബാബയുടെ പടം മാത്രം ചുമരിൽ കണ്ട് അതിശയിച്ചുപോയി. അയാൾക്ക് അയാളുടെ മാനേജർ ഈ പടം മാത്രം എടുക്കാത്തതിന് കാരണം മനസ്സിലായില്ല. ഉടനെ അതെടുത്ത് മാറ്റി അലമാരയിൽ വെച്ചു. അയാളുടെ അളിയനോ മറ്റോ കണ്ടാൽ ഉടനെ അത് നശിപ്പിക്കുമായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നും ആരാണത് കേടുവരാതെ സൂക്ഷിക്കുക എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സായിബാബ തന്നെ നിർദ്ദേശിച്ചതുപോലെ മൗലാന ഇസ്മുജാവിനോട് അഭിപ്രായം ചോദിക്കുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ മൗലാനയെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് ചിത്രം ഹേമത് പാദിന് കൊടുത്താൽ വേണ്ട പോലെ സൂക്ഷിച്ചുകൊള്ളുമെന്ന് നിശ്ചയിച്ച് രണ്ടുപേരും കൂടി ഹേമത് പാദിന്റെ വീട്ടിൽ അവസരോചിതമായ ചിത്രം കൊണ്ടുവന്നതാണ്. ഈ കഥ ബാബയ്ക്ക് ഭൂതവും ഭാവിയും വർത്തമാനവും ഒരുപോലെ അറിയാമായിരുന്നുവെന്നും കാര്യങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്ത് ഭക്തന്മാരുടെ ഇംഗിതങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നു എന്നുമാണ് കാണിക്കുന്നത്. അടുത്ത കഥ ആധ്യാത്മികമായ ഏത് പരിശ്രമവും ബാബയ്ക്ക് ഇഷ്ടമായിരുന്നുവെന്നും അതിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്ത് ബാബ ഭക്തന്മാരെ സഹായിച്ചിരുന്നുവെന്നും തെളിയിക്കുന്നതാണ്. കീറത്തുണി മോഷണവും ജ്ഞാനേശ്വരി പാരായണവുമാണ് ആ കഥ. ദഹനുവിലെ മംലത്ദാറായിരുന്ന ബി ദേവിന് ജ്ഞാനേശ്വരി വായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ജ്ഞാനേശ്വരന്റെ മറാത്തിയിലുള്ള പ്രശസ്തമായ ഗീതാവ്യാഖ്യാനമാണ് ജ്ഞാനേശ്വരി. അയാൾ നിത്യവും ഗീതയിൽ നിന്നൊരു അധ്യായവും മറ്റു പുസ്തകങ്ങളിൽ നിന്ന് ഓരോ ഭാഗവും വായിക്കുമെങ്കിലും ജ്ഞാനേശ്വരി കയ്യിലെടുത്താൽ എന്തെങ്കിലും തടസ്സം നേരിട്ട് അത് വായിക്കാൻ കഴിയാതെ പോകലാണ് പതിവ്.
അയാൾ ലീവ് എടുത്ത് ഷിർദിയിൽ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് പൗണ്ടിലുള്ള സ്വന്തം വീട്ടിലേക്ക് വിശ്രമത്തിനായി പോയി. അവിടെ വെച്ചും മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുമെങ്കിലും ജ്ഞാനേശ്വരി കയ്യിലെടുത്താൽ ദുർവിചാരങ്ങളോ മറ്റോ മനസ്സിലുദിച്ച് വായിക്കാൻ കഴിയാതെ വരികയായിരുന്നു പതിവ്. എത്ര പരിശ്രമിച്ചാലും മനസമാധാനത്തോടുകൂടി കുറച്ചു വരികൾ പോലും വായിക്കാൻ കഴിയില്ല. അങ്ങനെ ആയപ്പോൾ ബാബ തന്റെ മനസ്സിൽ ആ പുസ്തകത്തിന്മേൽ പ്രീതി വരുത്തുന്നതുവരെ ആ പുസ്തകം തുറക്കുക പോലും ഇല്ലെന്ന് അയാൾ മനസ്സാ നിശ്ചയിച്ചു. പിന്നീട് 1914 ഫെബ്രുവരിയിൽ അയാൾ കുടുംബസമേതം ഷിർദിയിലേക്ക് പോയി. അവിടെ വെച്ച് ജോഗ് അയാളോട് ജ്ഞാനേശ്വരി പാരായണം ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചു. ദേവ് അതിന് താൻ വായിക്കാൻ ശ്രമിച്ചാൽ ശരിയാവുന്നില്ലെന്നും ബാബ നിയോഗിക്കുമ്പോൾ മാത്രമേ ഇനി വായിക്കാൻ തുടങ്ങൂ എന്നും മറുപടി പറഞ്ഞു. ജോഗ് അതിന് ആ പുസ്തകത്തിന്റെ ഒരു പ്രതി ബാബയുടെ കൈവശം കൊടുത്ത് ബാബയുടെ സ്പർശനത്താൽ പാവനമാക്കി തിരികെ വാങ്ങി വായിച്ചു നോക്കാൻ നിർദ്ദേശിച്ചു. തന്റെ ആശയം ബാബയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലെന്ന് ദേവ് മറുപടിയും പറഞ്ഞു. തന്റെ മനസ്ഥിതി അറിഞ്ഞ അയാളുടെ തൃപ്തിക്കനുസരിച്ച് വ്യക്തമായ പുസ്തകം വായിക്കാനുള്ള ഒരു കൽപ്പന ബാബ കൊടുക്കില്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എല്ലാം അറിയുന്ന ഋഷിമാർ അവരായിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും പറയണമെന്ന്. നമുക്ക് നോക്കാം. ദേവ് പിന്നീട് ബാബയെ ദർശിച്ച് 1 റുപ്പിക ദക്ഷിണ കൊടുത്തു. ബാബ 20 രൂപ ചോദിച്ചത് അയാൾ കൊടുത്തു. രാത്രിയിൽ ബാലഗ്രാം എന്നൊരാളെ കണ്ടപ്പോൾ അയാൾക്ക് എങ്ങനെ ബാബയുടെ അനുഗ്രഹവും ഭക്തിയും സിദ്ധിച്ചു എന്ന് ചോദിച്ചു. ബാലഗ്രാം ആ വക വിവരം പിറ്റേ ദിവസത്തെ ആരതിക്ക് ശേഷം പറയാമെന്നും പറഞ്ഞു. അടുത്ത ദിവസം ദേവ് ദർശനത്തിന് പോയപ്പോൾ ബാബ 20 രൂപ ദക്ഷിണ ചോദിച്ചത് അയാൾ സന്തോഷത്തോടുകൂടി കൊടുത്തു. മസ്ജിദിൽ ധാരാളം ജനക്കൂട്ടം ഉണ്ടായിരുന്നാൽ ദേവ് പോയി ഒരു മൂലക്കിരുന്നു. ബാബ അയാളോട് അടുത്ത് വന്ന് മനഃശാന്തിയോട് ഇരിക്കാൻ പറഞ്ഞ് അയാൾ അനുസരിച്ചു. പിന്നീട് മധ്യാഹ്ന ആരതി കഴിഞ്ഞ ശേഷം ജനങ്ങളെല്ലാം പിരിഞ്ഞതിൽ പിന്നെ ദേവ് ബാലഗ്രാമിനെ കണ്ട് എങ്ങനെയാണ് അയാൾ ബാബയെ കണ്ടതെന്നും ബാബ എന്ത് പറഞ്ഞുവെന്നും എങ്ങനെയാണ് ധ്യാനം പഠിപ്പിച്ചതെന്നും മറ്റും ചോദിച്ചു. ബാലഗ്രാം മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ബാബ ചന്ദ്രു എന്നുപേരായ കുഷ്ഠരോഗിയായ ഒരു ഭക്തനെ അയച്ച് ദേവിനെ വിളിപ്പിച്ചു. ദേവ് അടുത്തു വന്നപ്പോൾ ആരോട് എന്തായിരുന്നു അന്വേഷിച്ചിരുന്നതെന്ന് ചോദിച്ചു. ദേവ് അതിന് അയാൾ ബാലഗ്രാമിനോട് സംസാരിച്ചുവെന്നും അയാളിൽ നിന്ന് ബാബയുടെ കീർത്തി കേട്ടുവെന്നും പറഞ്ഞു. ബാബ വീണ്ടും 25 രൂപ കൂടി ദക്ഷിണ ചോദിച്ചത് ദേവ് സന്തോഷത്തോടെ കൊടുത്തു. പിന്നെ ബാബ അയാളെ അകത്തു കൊണ്ടുപോയി തൂണിൽ ചാരിയിരുന്ന് അയാളെ ഇപ്രകാരം കുറ്റപ്പെടുത്തി: നീ എൻ്റെ കീറ തുണികൾ എൻ്റെ അറിവില്ലാതെ മോഷ്ടിച്ചു. ദേവ് അതിനെപ്പറ്റി തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ബാബ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. ദേവ് തിരിഞ്ഞു നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ബാബ കോപിച്ചു പറഞ്ഞു: ഇവിടെ മറ്റാരുമില്ല, നീ തന്നെയാണ് കള്ളൻ. ഇത്ര നരച്ചു വയസ്സായി നീ ഇവിടെ കക്കാൻ വന്നിരിക്കുകയാണ്. ബാബ ഇതും പറഞ്ഞ് വളരെയധികം കോപിച്ച് കണ്ടവാനും ചീത്ത പറഞ്ഞു. ദേവ് നിശബ്ദനായി നോക്കിയിരുന്നു. തനിക്ക് അടി കിട്ടുമെന്ന് പോലും അയാൾ കരുതി. 1 മണിക്കൂർ ഇങ്ങനെ കഴിഞ്ഞു. ബാബ അയാളോട് വാടയിലേക്ക് പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു. അയാൾ വാടയിലേക്ക് മടങ്ങി ജോഗിനോടും ബാലഗ്രാമിനോടും സംഭവിച്ചതെല്ലാം പറഞ്ഞു. വൈകുന്നേരം ബാബ ദേവിനെയും ബാക്കി എല്ലാവരെയും വരാൻ പറഞ്ഞയച്ചു വരുത്തി. അവരോടായി തന്റെ വാക്കുകൾ ആ വൃദ്ധനെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമെങ്കിലും അയാൾ കളവ് നടത്തിയതുകൊണ്ട് പറയാതിരിക്കാൻ തനിക്ക് നിവൃത്തിയില്ലെന്നും പറഞ്ഞു. ബാബ വീണ്ടും 12 രൂപ കൂടി ചോദിച്ചത് പലരോടും കൂടി വാങ്ങി ബാബയ്ക്ക് കൊടുത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. പിന്നീട് ബാബ നിർദ്ദേശിച്ചു: നിത്യവും ജ്ഞാനേശ്വരി വായിക്കണം. വാടയിൽ പോയിരുന്ന നിത്യവും ഓരോ ഭാഗവും വായിക്കുന്ന ഭാഗം അവിടെയുള്ളവർക്ക് ഭക്തിയോടും സ്നേഹത്തോടും കൂടി വ്യാഖ്യാനിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു ഒന്നാന്തരം സുവർണ കമ്പളം തന്നെ തരാനാണ്. പിന്നെ എന്തിന് കണ്ടവരോട് കീർത്തന മോഷ്ടിക്കുന്നു? എന്തിനാണ് ഈ മോഷണ സ്വഭാവം വളർത്തുന്നത്? ദേവ് ബാബയുടെ വാക്ക് കേട്ട് സംതൃപ്തനായി. അയാളോട് ജ്ഞാനേശ്വരി വായിക്കാൻ കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അയാൾക്ക് വേണ്ടത് കിട്ടിയെന്ന് ആലോചിച്ച് സന്തുഷ്ടനായി. അന്നു മുതൽ ഭക്തിപൂർവ്വം വായന തുടങ്ങാൻ നിശ്ചയിച്ചു. അയാൾ വീണ്ടും ബാബയെ നമസ്കരിച്ച് തന്നെ ഒരു കുട്ടിയെപ്പോലെ കരുതി വായനയെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. ബാബ കീറത്തുണി മോഷ്ടിക്കൽ എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ അയാൾക്ക് മനസ്സിലായി. അയാൾ ബാലഗ്രാമിനോട് ചോദിച്ചതാണ് കീറത്തുണികൾ. അയാളുടെ ആ ചോദിക്കൽ ബാബയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സായിബാബ തന്നെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറായിരിക്കെ അന്യരോട് വേണ്ടാത്തത് ചോദിക്കുന്ന സ്വഭാവം സായിബാബയ്ക്ക് പിടിച്ചില്ല. അതാണ് ചീത്ത പറയാൻ കാരണം. ദേവിന് അയാളെ ചീത്ത പറഞ്ഞു എന്നല്ല തോന്നിയത്. ബാബ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കാൻ തയ്യാറാണെന്നും മറ്റുള്ളവരോട് വെറുതെ ചോദിക്കേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കിയതുമാണെന്നാണ് അയാൾ വിശ്വസിച്ചത്.
ഈ അധിക്ഷേപങ്ങളെ ബാബയുടെ പൂക്കളും അനുഗ്രഹങ്ങളുമായി കരുതി സന്തുഷ്ടിയോടും സംതൃപ്തിയോടും കൂടി വീട്ടിലേക്ക് മടങ്ങി. ഇതാണ് ശരിക്കും ഗുരുക്കന്മാർ പറയുന്നത്. അവർ പറയുന്ന വാക്കുകൾ പുഷ്പങ്ങളായിട്ട് കരുതണം, അവരുടെ അനുഗ്രഹമായിട്ട് കരുതണമെന്ന്. സംഗതി അവിടെ അവസാനിച്ചില്ല. വായിക്കാനുള്ള ഒരു കൽപ്പന കൊടുക്കലോടുകൂടി ബാബ നിർത്തിയില്ല. 1 കൊല്ലത്തിനകം ബാബ ദേവിന്റെ അടുക്കൽ പോയി എത്ര കണ്ട് പുരോഗമിച്ചു എന്ന് അന്വേഷിച്ചു. 1914 ഏപ്രിൽ 2 വ്യാഴാഴ്ച കാലത്ത് ബാബ അയാൾക്കൊരു സ്വപ്ന ദർശനം നൽകി. ബാബ ഉയർന്ന കോലായിലിരുന്ന് അയാളോട് ജ്ഞാനേശ്വരി മനസ്സിലായോ എന്ന് ചോദിച്ചു. ദേവ് ഇല്ല എന്ന് പറഞ്ഞു. ബാബ, എന്നാൽ ഇനി എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്? ദേവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവിടുന്ന് അനുഗ്രഹിക്കാത്തിടത്തോളം വായന ഒരു വെറും ശല്യവും മനസ്സിലാക്കാൻ വളരെ പ്രയാസവുമായിരിക്കും. ഞാനിത് തീർത്ത് പറയുകയാണ്. ബാബ പറഞ്ഞു, വായിക്കുമ്പോൾ നീ തിരക്കായി വായിക്കുന്നു. സാവധാനത്തിൽ എൻ്റെ മുന്നിലിരുന്ന് വായിക്കുക. ദേവ്, ഞാൻ എന്താണ് വായിക്കേണ്ടത്? ബാബ, അധ്യാത്മം വായിക്കൂ. ദേവ് പുസ്തകം കൊണ്ടുവരാൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉണർന്നുപോയി. ഈ ദർശനത്തിന് ശേഷം എത്രമാത്രം ആനന്ദവും സന്തോഷവുമാണ് ദേവിനുണ്ടായതെന്ന് വായനക്കാർ അനുമാനിച്ചാൽ മതി. ശ്രീ സായിയെ നമിക്കുകയും ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. ജയ് മോഹൻ ജി.